Hello guys, welcome back to another episode of Sajil's Tech Center. എൻ്റെ പേര് സജിൽ ലത്തീഫ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വെബ്സൈറ്റ് ടെംപ്ലേറ്റ് എങ്ങനെ നമ്മളുടെ വേർഡ്പ്രസ്സിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, അതായത് മറ്റുള്ള ഒരു പ്ലഗിൻ യൂസ് ചെയ്തിട്ട് വളരെ പ്രൊഫഷണൽ ആയിട്ട് ലുക്കുള്ള കുറെ ടെംപ്ലേറ്റ്സ് നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ഈ കാണിച്ചു തരുന്ന സ്റ്റെപ്സ് എല്ലാം നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യണം, എന്നാൽ മാത്രമേ ഈ വെബ്സൈറ്റ് ക്ലിയർ ആയിട്ട് വർക്ക് ആവുള്ളൂ. അപ്പോൾ ഏകദേശം ഒന്നോ രണ്ടോ തവണ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഓരോ സ്റ്റെപ്സും വളരെ സൂക്ഷിച്ച് നിങ്ങൾ യൂസ് ചെയ്യണം. ഞാൻ ഈ കാണിച്ചിരുന്ന പോലെ ആ സിമ്പിൾ സ്റ്റെപ്സ് തന്നെ യൂസ് ചെയ്താൽ മതി. വളരെ പ്രോ ലുക്കുള്ള ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ വെബ്സൈറ്റ് നിങ്ങളിപ്പോൾ മറ്റുള്ള ഒരു ഫ്രീലാൻസിങ് വെബ്സൈറ്റുകളിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു $150-200 നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. അവരെല്ലാം യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ സിമ്പിൾ ട്രിക്സ് തന്നെയാണ്. വേർഡ്പ്രസ് ടെംപ്ലേറ്റ്സ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. വേർഡ്പ്രസ് ടെംപ്ലേറ്റ് അല്ലെങ്കിലും മറ്റുള്ള പ്ലഗിൻസ് യൂസ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ടെംപ്ലേറ്റ് കൂടി അവർ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഏകദേശം അവർക്ക് ചിലവാകുന്നത് ഡൊമൈനും ഹോസ്റ്റിംഗും എല്ലാം അടക്കം വരുന്നത് $10-15 ആയിരിക്കും. നിങ്ങളെ അവർ ചാർജ് ചെയ്യുന്നത് ഏകദേശം $200 ആയിരിക്കും. അതുപോലെ തന്നെ ഇ കോമേഴ്സ് വെബ്സൈറ്റുകളും നമുക്ക് ഈ ടെംപ്ലേറ്റ്സ് മുഖേന യൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ അഡീഷണൽ ഫീച്ചേഴ്സ് എന്തെങ്കിലും വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു വെബ് ഡെവലപ്പറിനെ തന്നെ മുട്ടേണ്ടി വരും. അദ്ദേഹത്തിന്റെ അവർ ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്ത് ചെയ്യേണ്ടി വരും. പക്ഷേ സാധാരണ ഇപ്പോൾ ഒരു ബ്ലോഗോ അല്ലെങ്കിൽ ചെറിയൊരു ഇ കൊമേഴ്സ് വെബ്സൈറ്റോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ സർവീസുകൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ കാണിക്കാനുള്ള ഒരു വെബ്സൈറ്റ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ കാണിക്കുന്ന ട്രിക്ക് മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. നല്ലൊരു പ്രൊഫഷണൽ ലുക്കുള്ള ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇതിന്റെ ഒരു തേർഡ് പാർട്ട് ഉണ്ട്. ആ തേർഡ് പാർട്ടിലാണ് ഇതെങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇത് ലെങ്തി വീഡിയോ ആവുന്നത് കാരണമാണ് ഞാൻ ഷോർട്ടായി പാർട്ട് ബൈ പാർട്ടായിട്ട് ചെയ്യുന്നത്. സോ ഇതാണ് സെക്കൻഡ് പാർട്ട്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയുടെ കണ്ടിന്യൂഷൻ വീഡിയോ ആണിത്. അതായത് വെബ്സൈറ്റ് എങ്ങനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ട്യൂട്ടോറിയൽ വീഡിയോ ആണിത്. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഡൊമൈനും ആൻഡ് ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെക്കൗട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ 2 ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്ത കാരണം 2 ബേസിക് പ്ലാൻസ് ആണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്ലാൻ ഞാൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് ഇതിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പുതിയൊരു വെബ്സൈറ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി ബിൽഡ് എ ബ്രാൻഡ് ന്യൂ സൈറ്റ്, ഡാറ്റാ സെൻറ്റർ യൂറോപ്പ് തന്നെ കൊടുക്കാം, റെക്കമെൻഡഡ് സൈറ്റ്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഒരു വേർഡ്പ്രസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുവേണ്ടി ഒരു യൂസർ നെയിം കൊടുക്കുക, പാസ്വേഡ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ആഡ് കൊടുക്കുക. അപ്പോൾ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം ഒരു 2 മിനിറ്റ് എടുക്കും ഇത് ഇൻസ്റ്റാളേഷൻ കഴിയാൻ. ഇതിപ്പോൾ നമ്മളൊരു ടെമ്പററി ഡൊമൈൻ ആയിരിക്കും സേവ് ആയി വരുന്നത്. അത് നമുക്ക് കസ്റ്റം ഡൊമൈനായിട്ട് പിന്നീട് മാറ്റാൻ സാധിക്കും. അതായത് നമ്മൾ ഇപ്പോൾ ഓൾറെഡി പർച്ചേസ് ചെയ്ത ഡൊമൈനിലേക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ കുറച്ച് സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഏകദേശം ഒരു 2-3 മിനിറ്റ് ഇത് ഇൻസ്റ്റാളേഷന് വേണ്ടി എടുക്കും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് WP അഡ്മിൻ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ വേർഡ്പ്രസിൻ്റെ ഡാഷ്ബോർഡിലേക്ക് പോകുന്നത്. ഓക്കെ, അതിനുശേഷം സ്റ്റാർട്ട് വിസാർഡ്. ഓക്കെ, അതിനുശേഷം നമ്മൾ വെബ്സൈറ്റ് ടൈപ്പ് സെലക്ട് ചെയ്യാം. ദെൻ ഇൻഡസ്ട്രി, നമുക്ക് ബിസിനസ് ഫിനാൻസ് ലോ സെലക്ട് ചെയ്യാം. ടൈറ്റിൽ ഇപ്പോൾ സജിൽസ് ടെക് സെൻ്റർ എന്ന് കൊടുക്കാം. ദെൻ ഒരു ടാഗ് ലൈൻ. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇങ്ങനൊരു ടാഗ് ലൈൻ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടാഗ് ലൈൻ കൊടുക്കാം. ദെൻ കണ്ടിന്യൂ. ഇതിൽ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കാം. ഇതിപ്പോൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ലേറ്റർ അത് ആഡ് ചെയ്താൽ മതി. ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം എല്ലാവർക്കും കാണാൻ സാധിക്കും. സോ അത് വളരെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. ഓക്കെ, ദെൻ കണ്ടിന്യൂ. ഇപ്പോൾ ഇതിൽ ഓൾറെഡി ഒരുപാട് തീംസ് ഉണ്ട്. ഇതിലേതെങ്കിലും തീംസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഏതെങ്കിലും ഒരു തീം യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഇതുപോലെ ഇരിക്കും ഒരു വെബ്സൈറ്റ് വരുന്നത്. ഇത് ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരുപാട് പേജസ് ഇതിലുണ്ട്. കോൺടാക്റ്റേഴ്സ് പേജ്, ഇതെല്ലാം നമ്മൾ ഓരോ സെക്ഷനായിട്ട് എടുത്ത് എഡിറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ, ഇപ്പോൾ സജിൽസ് ടെക് സെൻറ്ററിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു ഫസ്റ്റ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഇഷ്ടാനുസരണം യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടുള്ളൊരു വെബ്സൈറ്റ് ആക്കി അല്ലെങ്കിൽ ഒരു ബ്ലോഗാക്കി ഇത് മാറ്റാൻ സാധിക്കും. ഇതിൻ്റെ എല്ലാ എഡിറ്റിംഗ് പോർഷൻസും ഇവിടെ ഉണ്ട്. ഈ ഇമേജസ് എല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാം. കൂടുതൽ ഇമേജസ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഈ തീം ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഒരു തീമാണ് ഇപ്പോൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ ഇമേജസും അതുപോലെ തന്നെ ടെക്സ്റ്റും എല്ലാ സംഭവങ്ങളും നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഈ ഒരു സെക്ഷനിലാണ് ഇതിൻ്റെ എഡിറ്റിംഗ് പോർഷൻ. ഓക്കെ, അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 2 മെയിൽസ് വരും, ആക്ടിവേഷൻ മെയിലും. അപ്പോൾ ആക്ടിവേഷൻ മെയിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ മെയിലൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അതിനുശേഷം
യുവർ വേർഡ്പ്രസ് സൈറ്റ് ഈസ് റെഡി എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ വരും. ഇതായിരിക്കും നിങ്ങളുടെ ടെമ്പററി സൈറ്റ് അഡ്രസ്. ഇതിലൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു തീം അവിടെ വന്നിട്ടുണ്ടാവും. ഇത് നമുക്ക് കംപ്ലീറ്റ്ലി എഡിറ്റ് ചെയ്യണം. ഏറ്റവും താഴെ എഡിറ്റ് എന്ന് ബട്ടൺ ഉണ്ട്, അതിൽ പ്രസ് ചെയ്യുക. അതുമല്ലെങ്കിൽ ഈ സെയിം മെയിൽ ഐ ഡിയിൽ നമ്മളെ അഡ്മിൻ പാനലിൽ കാണാൻ സാധിക്കും, അത് പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വേർഡ്പ്രസിൻ്റെ ഡാഷ്ബോർഡ് കിട്ടും. നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഇതിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു ടെമ്പററി ഡൊമൈനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടേതായിട്ടുള്ള ഡൊമൈൻ അതിൽ പ്ലേസ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ചേഞ്ച് ഡൊമൈൻ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഗോഡാഡി അക്കൗണ്ടിലേക്ക് പോകും. അതിനുശേഷം ഇവിടെ ആഡ് ഡൊമൈൻ എന്ന് പറയുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ഡൊമൈനിൽ ഏതെങ്കിലും ഒരു ഡൊമൈൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ സജിൽസ് ടെക് സെൻ്ററിൻ്റെ ഒരു സൈറ്റാണ് ഞാൻ ചെയ്യുന്നത്. ആ ഒരു ഡൊമൈൻ സെലക്ട് ചെയ്യുക, എന്നിട്ട് ആഡ് കൊടുക്കുക. ഓക്കെ, ഇത് ഏകദേശം 1-2 മിനിറ്റ് പിടിക്കും ഇതൊന്ന് ആക്ടിവേറ്റ് ആകാൻ വേണ്ടിയിട്ട്, പ്രൈമറി ഡൊമൈൻ ആകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് അപ്ഡേറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ സൈറ്റ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ഇത് ആക്ടിവേറ്റ് ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലിങ്ക് അപ്ഡേറ്റ് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാൻ സാധിക്കും sajilstechcenter.com WP admin എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ വെബ്സൈറ്റ് ഒന്ന് ആക്ടിവേറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. വിസിറ്റ് സൈറ്റ്, അതിന് വേണ്ടിയിട്ട് ഈ സജിൽസ് ടെക് സെൻറ്റർ എന്ന് പറയുന്ന ഇവിടെ ലിങ്കിൽ വിസിറ്റ് സൈറ്റ് നോക്കുക. ഓക്കെ, ആ വെബ്സൈറ്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി sajilstechcenter.com എന്ന് അടിച്ചാൽ ഈ ഒരു സൈറ്റ് ആയിരിക്കും വരുന്നത്. ഇതിൽ എനിക്കിനി ഒരുപാട് എഡിറ്റ് നടത്താനുണ്ട്. നമുക്ക് വീണ്ടും തിരിച്ച് ഡാഷ്ബോർഡിലേക്ക് പോകാം. ഇനി നമുക്ക് ഈ തീം ജസ്റ്റ് ഒരു സുഖമായിട്ട് എനിക്ക് തോന്നുന്നില്ല, അപ്പോൾ ഞാൻ അത് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും മുകളിലേക്ക് ഈ സജിൽസ് ടെക് സെൻറ്റർ, അതായത് നിങ്ങളുടെ സൈറ്റിൻ്റെ മുകളിലേക്ക് മൗസ് വെക്കുമ്പോൾ തന്നെ തീംസ് എന്ന് പറഞ്ഞ് കാണും. ആ തീംസിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു 5 തീംസ് ആയിരിക്കും കിട്ടുന്നത്. ഇത് ഓൾറെഡി വേർഡ്പ്രസ്സിലുള്ള തീംസാണ്. നമുക്കിപ്പോൾ പുതിയൊരു തീം ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആഡ് ന്യൂ കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ സെർച്ച് തീംസ് എന്നുള്ള സ്ഥലത്ത് ആസ്ട്ര എന്ന് കൊടുക്കുക, ASTRA. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ആസ്ട്ര എന്ന് പറയുന്ന ഈ ഒരു തീം നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുവേണ്ടി ഇൻസ്റ്റാൾ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അത്ര പാടുള്ള പണിയൊന്നുമില്ല. ജസ്റ്റ് ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. നിങ്ങളിപ്പോൾ ഓരോരുത്തരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ 20,000-30,000 രൂപയൊക്കെ ചാർജ് ചെയ്യും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കൊന്ന് ജസ്റ്റ് ഒരു അരമണിക്കൂർ ഇരുന്ന് ഈ ട്യൂട്ടോറിയൽ കണ്ടാൽ നിങ്ങൾക്ക് സുഖമായിട്ട് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏകദേശം ഒരു 1000 രൂപ ചിലവിൽ ഒരു വെബ്സൈറ്റും ഹോസ്റ്റിങ്ങും ഡൊമൈനും എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ ഞാൻ 2 വെബ്സൈറ്റ് ചെയ്യുന്ന കാരണമാണ് ഏകദേശം 2000 രൂപ വന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ആക്ടിവേറ്റ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇത് ആക്ടിവേറ്റ് ആയിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പ്ലഗിൻ വരുന്നുണ്ട്. ആ പ്ലഗിൻ കൂടി നമ്മളിതിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ പ്ലഗിൻ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ആഡ് ന്യൂ കൊടുക്കുക. ഇതെല്ലാം നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ ഞാൻ കാണിച്ചു തരുന്ന അതേ രീതിയിൽ തന്നെ ചെയ്താൽ മതി. മറ്റൊരു ഡിഫറൻസും ഇല്ലാതെ ഈ രീതിയിൽ തന്നെ ചെയ്താൽ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് വെബ്സൈറ്റ് സുഖമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആഡ് ന്യൂ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് പ്ലഗിൻസ് എല്ലാം ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു പേജാണ് കിട്ടുന്നത്. അവിടെ കീവേഡിൻ്റെ അവിടെ ആസ്ട്ര എന്ന് അടിച്ചു കൊടുക്കുക, ASTRA, ദെൻ എൻ്റർ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ആസ്ട്ര സ്റ്റാർട്ടർ സൈറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്താൽ ഒരുപാട് ഡിസൈൻസ്, തീംസ്, അത് പെയ്ഡ് ആയാലും ഫ്രീ ആയാലും ആയിട്ടുള്ള ഒരുപാട് തീംസ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ആക്ടിവേറ്റ് ചെയ്യുക. പ്ലഗിൻ ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള തീംസ് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഈ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരുപാട് ആവശ്യമില്ലാത്ത കുറേ പ്ലഗിൻസ് ഉണ്ട്. അത് ആവശ്യം ഉള്ളത് മാത്രം നിങ്ങൾ ഇതിൽ കീപ്പ് ചെയ്താൽ മതി. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ഡീആക്ടിവേറ്റ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ആസ്ട്ര സ്റ്റാർട്ടർ സൈറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു പ്ലഗിൻ്റെ തീംസ് കാണാൻ വേണ്ടിയിട്ട് ലൈബ്രറി എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇതിൽ ഓൾറെഡി ഉള്ള ഒരുപാട് തീംസ് നമുക്ക് കാണാൻ സാധിക്കും. അതിലേതെങ്കിലും ഒരു തീംസ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇതിൽ പെയ്ഡ് വേർഷനും ഉണ്ട്, അതുപോലെ തന്നെ ഫ്രീ വേർഷനും ഉണ്ട്. നമുക്കിപ്പോൾ ഫ്രീ വേർഷൻ മാത്രം യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഓൾറെഡി ഇതിൽ ഇൻബിൽട്ടായിട്ട് ഒരുപാട് വെബ്സൈറ്റ് ബിൽഡേഴ്സ് അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ എലമെൻറ്റർ എന്ന് പറയുന്ന ഈ ഒരു ബിൽഡർ എടുത്ത് ചെയ്യാം. ഏത് വെബ്സൈറ്റ് ബിൽഡർ എടുത്ത് വേണമെങ്കിലും നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. ഇതിലിപ്പോൾ ഏജൻസി എന്ന് കാണിക്കുന്നതെല്ലാം പെയ്ഡ് വേർഷനാണ്. നമുക്കിപ്പോൾ ഫ്രീ മാത്രം മതി. അപ്പോൾ ഫ്രീ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇതിൽ ഒരുപാട് നമുക്ക് കാണാൻ നല്ല പ്രൊഫഷണൽ ലുക്കുള്ള ഒരുപാട് തീംസ് അവൈലബിൾ ആണ്. ഇതിലേതെങ്കിലും തീംസ് നമുക്ക് നമ്മളുടെ വെബ്സൈറ്റിലേക്ക് എടുക്കാൻ സാധിക്കും. താഴേക്ക് സ്ക്രോൾ ചെയ്യുന്നതനുസരിച്ച് ഒരുപാട് തീംസ് വീണ്ടും ലോഡായി വരും. അപ്പോൾ ഈ ആസ്ട്ര എന്ന് പറയുന്ന ഈ പ്ലഗിനും അതുപോലെ തന്നെ ഈ തീംസും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ള പെയ്ഡ് വേർഷൻ ഒന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്ററിനെ
അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡെവലപ്പറിനെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള തീംസൊക്കെ തന്നെ ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ തീം ഫോറസ്റ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് പർച്ചേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നത്. അപ്പോൾ ഒരുപാട് ക്യാഷ്, ഏകദേശം 30, ചില വെബ്സൈറ്റിന് ഇ-കോമേഴ്സ് വെബ്സൈറ്റിനൊക്കെ 40,000 50,000 ഒക്കെ നമ്മൾ ചാർജ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് തന്നെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഇരുന്നാൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സംഭവം തന്നെയാണ് ഈ വെബ്സൈറ്റ് ഡിസൈനിങ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യമെല്ലാം ഡിസൈൻ ചെയ്തിരുന്നത് ഡ്രീം വീവർ പോലത്തെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ്. വളരെ ബുദ്ധിമുട്ടാണ് അതിൽ സ്ലൈഡൊക്കെ ചെയ്ത് ഓരോ സ്ലൈസ് ചെയ്ത് ഇമേജസ് ഒക്കെ എടുക്കാൻ. പക്ഷേ ഇതുപോലുള്ള വേർഡ് പ്രസ് പോലത്തെ സൈറ്റുകളിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതിലേതെങ്കിലും ഇഷ്ടമുള്ളൊരു തീം നമുക്കിപ്പോൾ സെലക്ട് ചെയ്യാം. അതായത് സജിൽസ് ടെക് സെൻറ്ററിന് വേണ്ടിയിട്ടുള്ളൊരു തീമാണ്. നമ്മൾ യൂട്യൂബ് ബേസ് ആയിട്ടുള്ള എന്തെങ്കിലും തീം വേണം ഇതിന്. അപ്പോൾ നമുക്ക് ഓരോ തീംസ് എടുത്തിട്ട് ഇതിൻ്റെ പ്രിവ്യൂ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണമെങ്കിൽ, എന്നിട്ട് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. ഈ ഒരു തീം കുറച്ച് പ്രൊഫഷണൽ ലുക്കുള്ളൊരു തീമാണ്. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. ഓക്കെ, ഇത് അത്യാവശ്യം നല്ല പ്രൊഫഷണലിസം ഉള്ളൊരു തീം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഡിസൈനെല്ലാം ഫിക്സ് ചെയ്ത് മനസ്സിലൊരു ഡിസൈൻ കണ്ടതിന് ശേഷം ഏതെങ്കിലും ഒരു തീം സെലക്ട് ചെയ്യുക. കാരണം നമ്മളിപ്പോൾ കണ്ടൻറ്റൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വേറൊരു തീം എടുത്താൽ തീം നമുക്ക് വേണമെങ്കിൽ മറ്റൊരു തീം യൂസ് ചെയ്യാം. പക്ഷേ വീണ്ടും എല്ലാ കണ്ടൻറ്റും ചേഞ്ച് ചെയ്യേണ്ടി വരും. അത് ഇരട്ടിപ്പണിയായിരിക്കും. സോ നല്ല ആലോചിച്ചിട്ടൊരു ഡിസൈൻ സെലക്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും തീംസാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു തീം ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡീറ്റെയിൽ ആൻഡ് പ്രിവ്യൂ എടുക്കുക. അതിൻ്റെ താഴെ ഇൻസ്റ്റാൾ പ്ലഗിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തീം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇനി ഈ വീഡിയോ കുറച്ച് ലെങ്തി വീഡിയോ ആയിട്ട് എനിക്ക് തോന്നുന്നു. സോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം ഇതിൻ്റെ നെക്സ്റ്റ് ഒരു പാർട്ട്, അതായത് ഈ വെബ്സൈറ്റ് എങ്ങനെ എഡിറ്റ് ചെയ്യും, നമ്മളുടെ ഇമേജസ് എങ്ങനെ അതിൽ ഇൻസ്റ്റാൾ ചെയ്യും, അതുപോലെ തന്നെ വീഡിയോസ് എങ്ങനെ ആഡ് ചെയ്യും മുതലായ സംഭവങ്ങളെല്ലാം ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഒരു വെബ്സൈറ്റ് എങ്ങനെ, നിങ്ങളുടേതായിട്ടുള്ളൊരു വെബ്സൈറ്റ് എങ്ങനെ നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം, വേർഡ് പ്രസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു ട്യൂട്ടോറിയലാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റുള്ള വെബ് ഡെവലപ്പേഴ്സിനെ ആശ്രയിക്കുന്നതിനേക്കാൾ നിങ്ങൾ തന്നെ 1 മണിക്കൂർ ഇരുന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ട്യൂട്ടോറിയൽ തന്നെയാണിത്. സോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വേർഡ് പ്രസ്സും ഗോഡാഡിയും തമ്മിൽ ബന്ധിപ്പിച്ച് തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസും ട്രിക്സുമായി ഞാൻ വരുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്.